നിലമ്പൂരിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധിയെഴുതുമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. 2 തവണ നിയമസഭയിൽ എത്തിച്ച LDF-നെ അൻവർ പിന്നിൽ നിന്ന് കുത്തി. അൻവർ UDF-ന് കീറ മുട്ടിയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റത് ആര്യടൻ ഷൗക്കത്ത് പാലം വലിച്ചതിനാലെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ. പരാമർശം പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ. PV അൻവർ നിലപാട് തിരുത്തണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അൻവർ കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തണം. പ്രധാന പ്രശ്നം അൻവർ UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്തത്. അൻവർ സ്വതന്ത്രമായി മത്സരിക്കില്ലെന്നും സണ്ണി ജോസഫ്. UDF-ൽ എത്തിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അൻവർ. മഞ്ചേരിയിൽ വൈകിട്ട് പാർട്ടി യോഗം. സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങി CPIM-ഉം BJP-യും. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോട് സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് ഹർത്താൽ. കോൺഗ്രസ് BJP ആഹ്വാനം ചെയ്ത് ഹർത്താൽ ആരംഭിച്ചു. സർക്കാർ പട്ടികയിൽ ദുരന്തബാധിതരെ ഉൾപ്പെടുത്തിയില്ലെന്ന പരാതി. ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. 50ഓളം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 3 സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. സിക്കിം, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ പൊതുപരിപാടികൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ജമ്മു കാശ്മീർ സന്ദർശനം ഇന്നു മുതൽ. തിരുവ യുദ്ധത്തിന് ട്രംപിന് തിരിച്ചടി. തിരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്ന് US ഫെഡറൽ കോടതി. മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി തീരുവകൾ ചുമത്താനാകില്ല. തിരുവ നടപടികൾ US കോൺഗ്രസിന്റെ അധികാര പരിധിയിൽ വരുന്നതെന്നും കോടതി. ട്രംപ് സർക്കാർ ഏജൻസിയായ ഡോജിൽ നിന്ന് പടിയിറങ്ങി ഇലോൺ മസ്ക്. സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ കടമ നിർവഹിച്ചെന്ന് മസ്ക്. IPL-ലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. 1ാം ക്വാളിഫയറിൽ ഫൈനൽ തേടി പഞ്ചാബും ബംഗളൂരുവും. മത്സരം രാത്രി 7:30.